ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പാലരുവി വെള്ളച്ചാട്ടമാണ് കേട്ടോ. അപ്പോൾ കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പാലരുവി വാട്ടർഫാൾസ്. ഏകദേശം 300 അടി ഉയരത്തിൽ നിന്നും താഴേക്ക് പാല് പോലെ പതഞ്ഞൊഴുകുന്ന വാട്ടർഫാൾസ് ആയതുകൊണ്ടാണ് ഇതിന് പാലരുവി എന്ന പേര് വന്നത്. മുമ്പ് ഞാൻ വന്നപ്പോഴൊക്കെ ഞങ്ങൾ വാഹനം താഴെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പ്രൈവറ്റ് വെഹിക്കിൾസൊക്കെ പുറത്ത് പാർക്ക് ചെയ്യാനൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റും എടുത്തതിന് ശേഷം ബസ്സുണ്ട്. ബസ്സിൽ കയറിയാണ് നമ്മൾ ഇവിടെ വാട്ടർഫാൾസിനടുത്ത് വരെ എത്തിച്ചേരുന്നത്. ഇവിടെ സന്ദർശിക്കാനുള്ള അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ജൂൺ മുതൽ ജനുവരി വരെയുള്ള സമയങ്ങളാണ് കേട്ടോ. അതിനിടയിലുള്ള സമയത്താണ് നമുക്കിവിടെ വന്നാൽ നമുക്ക് മാക്സിമം ഈ വാട്ടർഫാൾസിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത്. സഹ്യപർവ്വത നിരകളിൽ നിന്നാണ് ഈ പാലരുവിയുടെ ഉത്ഭവം. ഇതിൽ ഈ വെള്ളച്ചാട്ടത്തിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വന്നിട്ട് കുളിച്ചിട്ടാണ് പോകുന്നത്. മുതിർന്നവരായാലും കുട്ടികളായാലും സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും വന്നിട്ട് കുളിച്ച് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. എൻ്റെ തനിച്ചുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ട് വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് എടുത്തു. എൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ ചെന്ന് പരിചയപ്പെട്ട എൻ്റെ കൂടെ ബസ് കയറാൻ വന്ന ഒരു ലേഡിയാണ് എനിക്ക് കുറച്ച് വീഡിയോസ് എടുത്തു തന്നത്. അപ്പം ബാക്കി വീഡിയോസൊക്കെ ഞാൻ ഫുള്ള് വാട്ടർഫാൾസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ തന്നെ എടുത്തു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസിനെല്ലാം സപ്പോർട്ട് ചെയ്യുക. അപ്പം എനിക്ക് പോകാനുള്ള ബസ് ഇവിടെ റെഡിയായി കിടക്കുകയാണ്. ആളുകളൊന്നും കയറി തുടങ്ങിയില്ല. അപ്പം ഞാൻ തന്നെ ഫസ്റ്റ് കയറി ഇരിക്കുകയാണ്. ഇഷ്ടംപോലെ സീറ്റൊക്കെ ഉണ്ട്. അപ്പം ടാറ്റ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.